ശ്രീ അരുൺകുമാർ വളരെ വാചാലമായിട്ട് കുറേയധികം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് കേൾക്കാനിടയായി. അതിന് ആ ചോദ്യങ്ങളൊന്നും കേൾക്കുമ്പോൾ ഞാനങ്ങ് പേടിച്ചു പോകുമെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. കാരണം ശ്രീമതി സിമി റോസ്ബെൽ ജോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ പ്രതികരണം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അതായത് ഞാൻ ഒരു പാർട്ടി പ്രവർത്തകയാണ്, എനിക്ക് മെറിറ്റ് ഉണ്ട് എന്ന് ഞാൻ വാദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മറ്റ് സ്ഥാനങ്ങളിലേക്ക് വരുന്ന സ്ത്രീകൾ എല്ലാവരും മെറിറ്റ് ഇല്ലാത്തവരാണ് എന്ന് വാദിക്കുന്നതിലൊരു യുക്തിക്കുറവുണ്ട്. മാത്രമല്ല, പേരെടുത്ത് പറഞ്ഞ് ചില സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് അവരെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കുന്ന തരത്തിലേക്കുള്ള പ്രവണതകൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും താങ്ങാൻ സാധിക്കുന്നതല്ല. പിന്നീട് കോൺഗ്രസ്സിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണല്ലോ അവർ പറഞ്ഞത്. സത്യമാണെന്നേ, ഞാൻ അംഗീകരിക്കുന്നു, കോൺഗ്രസ്സിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ആ പവർ ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പവർ ഗ്രൂപ്പ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തിരിച്ച് സംസ്ഥാനത്തിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന, കോൺഗ്രസ് ഷുഡ് കം ബാക്ക് ടു പവർ എന്ന് ആഗ്രഹിക്കുന്ന പവർ ഗ്രൂപ്പാണ്. ആ പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് അവർ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. അതിനകത്ത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ശ്രീ രമേശ് ചെന്നിത്തല സാറും ശ്രീ മുല്ലപ്പള്ളി സാറും സുധാകരൻ സാർ സുധീരൻ സാറും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും അംഗീകരിച്ചു തരാം. 2, നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സീറ്റ് കിട്ടാതെ 35-40 വർഷം പ്രവർത്തിച്ചിട്ടുള്ള അതായത് ഒരു ലാഭവും ആഗ്രഹിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ ത്യാഗത്തിൽ കെട്ടിപ്പൊക്കി നിലനിന്ന് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിലുള്ള നമ്മളെപ്പോലുള്ളവരെയൊക്കെ നോക്കിയിട്ടാണ് സാമാന്യം ഭേദപ്പെട്ട എല്ലാ പരിഗണനയും കിട്ടിയ ഒരു പാർട്ടി നേതാവ് മറ്റ് സ്ത്രീകളുടെ മെറിറ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയാണ്, സംസ്ഥാന ഭാരവാഹിയാണ്. അലിഗേഷൻസ് വരുന്ന സമയത്ത് കൃത്യമായി ആൾക്കാരെ മാറ്റി നിർത്തുന്നത്, നടപടിയെടുക്കുന്നത് എല്ലാം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്നോട് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കേണ്ട. എനിക്ക് അരുൺകുമാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇൻഫർമേഷൻ അല്ല അല്ല പരാതി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ, ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് മെറിറ്റ് ഇല്ലെന്നൊന്നും പറയരുത്. അതിനകത്ത് ആരോപണ വിധേയമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അന്യ സംസ്ഥാനങ്ങളിലെ ചാർജ് വഹിച്ചിട്ടുള്ള ഒരാളാണ്, കൗൺസിലറാണ്, സിറ്റിംഗ് കൗൺസിലർ ആയിട്ടുള്ള ഒരാളാണ്. ശരി, ഇപ്പോൾ വനിതാ നേതാക്കളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത് കൊണ്ടാണ് സിമി റോസ്ബെല്ലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. എനിക്ക് ഒരു കാര്യം, തീർച്ചയായും എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിലധികം പേജ് പൂഴ്ത്തിയത്? 4.5 വർഷം പൂഴ്ത്തിയത് എന്തിനാണ്? രഞ്ജിത്തിനോട് രാജിവെക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, സർക്കാർ ആവശ്യപ്പെട്ടില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. എന്തുകൊണ്ട് രഞ്ജിത്തിനോട് രാജിവെക്കാൻ പറയാനുള്ള ആർജവം നിങ്ങൾക്കില്ലാതെ പോയി? 79 ലക്ഷം രൂപയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഫണ്ട് കൊടുത്തായിട്ട് സ്റ്റേറ്റ്മെന്റ് ഈ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് കൊടുക്കുന്നതിലും അധികം പാർട്ടി ഫണ്ട് കൊടുക്കാനുള്ള എന്ത് സ്നേഹബന്ധമാണ് മുകേഷിനെ പോലുള്ള ഒരു വ്യക്തിയുമായിട്ട് CPM-നുള്ളത്? നിങ്ങൾ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.